വെജിറ്റേറിയൻസിന് പറ്റിയിട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണൈസ് റെസിപ്പി കണ്ടാലോ. മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഞാൻ എടുക്കുന്ന അളവിന് തന്നെ നിങ്ങളും എടുത്താൽ മതി. 1/2 കപ്പ് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. പാല് നന്നായിട്ട് കാച്ചിയതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം, എന്നാലേ കറക്റ്റ് ഇതിലേക്ക് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ ആരും ഇത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് 2 ചെറിയ വെളുത്തുള്ളി, അത് മതി കേട്ടോ, ഒരുപാട് വെളുത്തുള്ളി ഒന്നും ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. ആ ഒരു വിപ്പ് ബട്ടൺ ഉണ്ടല്ലോ മിക്സിയുടെ, അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി വൈറ്റ് കളറിലുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുകൊണ്ട് കേട്ടോ. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടില്ലേ, ആ ഒരു സെയിം മയോണൈസിൻ്റെ രീതിയിലാണ് നമുക്കിത് കിട്ടുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളൊക്കെ വീട്ടിൽ ഏത് തരത്തിലുള്ള മയോണൈസാണ് റെഡിയാക്കി എടുക്കാറ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഏതൊക്കെ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അറിയാലോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകരുതേ.